നമസ്കാരം സുഹൃത്തുക്കളെ, ഇങ്ങോട്ടും നോക്കിയേ. നമ്മൾ കുറെ കഥകൾ കേട്ടിട്ടുണ്ട്. വട്ടപ്പെട്ട് തൊട്ട് വാല് വരെ നീളുന്ന വമ്പന്മാരുടെ കഥകള്. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതൊന്നുമല്ല. ഇത് ബീഹാറിലെ സമസ്തിപൂരിലെ മണ്ണിൽ നിന്ന് പൊളിച്ച് അണ്ടർ-19 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിന്റെ നെഞ്ചത്ത് കയറി 175 റൺസിന്റെ ആറാട്ട് നടത്തിയ ഒരു പകയന്റെ കഥയാ. വൈഭവ് സൂര്യവംശി. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പവർ ഉണ്ടല്ലേ. നമുക്ക് ഇവന്റെ ജനനം തൊട്ടങ്ങ് തുടങ്ങാം. 2011 പുള്ളിക്കാരൻ ജനിക്കുമ്പോ സമസ്തിപൂരിലെ ആ ചെറിയ വീടിന് ചുറ്റും വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സഞ്ജീവ് സൂര്യവംശി എന്ന അവന്റെ അച്ഛന് ഒരു കാര്യത്തിന് ഉറപ്പുണ്ടായിരുന്നു. തന്റെ മകൻ സാധാരണക്കാരനായി ജീവിക്കാനുള്ളവനല്ല എന്ന്. ഒരു സാധാരണ കർഷകനായിരുന്നിട്ടും വെയിലത്ത് പണിയെടുത്ത് കിട്ടുന്ന കാശുകൊണ്ട് മകന് ബാറ്റ് വാങ്ങി കൊടുക്കുമ്പോൾ ആ അച്ഛന്റെ മനസ്സിൽ ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. അതായിരുന്നു വൈഭവ് എന്ന പ്രതിഭാസത്തിന്റെ 1ാം ക്ലാസ്. അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ മകൻ ഗ്രൗണ്ടിൽ പോയി വീർത്ത് കുളിച്ചു വരുമ്പോൾ സ്നേഹത്തോടെ വിളമ്പുന്ന ആ ഭക്ഷണമാണ് അവന്റെ കരുത്ത്. സ്കൂളിൽ പോയി പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനാകണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നവർക്കിടയില് തന്റെ മകൻ ബാറ്റ് വീശുന്നത് കണ്ട് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ ആ മാതാപിതാക്കളാണ് ഇവന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇനി ഇവന്റെ സ്കൂൾ കാലഘട്ടത്തെ കുറിച്ച് നോക്കിയാലോ. നമ്മളൊക്കെ സ്കൂളിൽ പോയി ഡെസ്കിൽ താളം പിടിക്കുമ്പോൾ ഇവൻ ക്ലാസ് കഴിഞ്ഞ് നേരെ ഓടുന്നത് ക്രിക്കറ്റ് അക്കാദമിയിലേക്കായിരുന്നു. സമസ്തിപൂരിലെ ആ ചെറിയ ഗ്രൗണ്ടിൽ ഇവൻ പന്തടിച്ച് പറത്തുമ്പോൾ ജനലിൽ ചിന്നികൾ ഉടങ്ങുന്നത് പതിവായിരുന്നു. അവിടുത്തെ അധ്യാപകരും ഇവന്റെ കഴിവ് തള്ളിക്കളഞ്ഞില്ല. പഠിക്കാൻ മാത്രം പോരാ, നീ ഗ്രൗണ്ടിലും പുലിയാവണമെന്ന് പറഞ്ഞ് തോളിൽ തട്ടിയ ഗുരുക്കന്മാര്. അവർക്കൊന്ന് അഭിമാനിക്കാം, തങ്ങളുടെ കയ്യിൽ വളർന്ന പയ്യനാണ് ഇന്ന് ലോകം മൊത്തം ചർച്ച ചെയ്യുന്നത് എന്ന്. കൂട്ടുകാരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏത് പ്രതിസന്ധിയിലും കൂടെ നിന്ന ആ ചങ്ക് പ്രൊഫസർ വൈഭവിനെ ആദ്യമായി ബാറ്റ് ഏൽപ്പിച്ചതും അവൻ ഔട്ടാകുമ്പോൾ അവന് വേണ്ടി വാദിച്ചതും ആ പിള്ളേരായിരുന്നു. ഇതാ വൈഭവെ, നീ ഒരു ദിവസം ഇന്ത്യക്ക് വേണ്ടി കളിക്കുമെന്ന് പറഞ്ഞ് ഗ്രൗണ്ടിന് മൂലയിൽ എന്ന് പറഞ്ഞ അന്ന് എല്ലാവരും അതൊക്കെ ചിരിച്ചു. പക്ഷെ ഇന്ന് ആ ചിരി മാഞ്ഞു, പകരം കയ്യടികൾ മാത്രം. ഇത് വെറും ക്രിക്കറ്റ് അല്ല സുഹൃത്തുക്കളെ, ഇതൊരു പയ്യന്റെ വാശിയാണ്. കഷ്ടപ്പാടിന്റെ പിച്ചിൽ നിന്ന് IPLന്റെയും വേൾഡ് കപ്പിന്റെയും പളപളപ്പിലേക്കുള്ള അവന്റെ ആ യാത്ര. എങ്ങനെയാണ് ഒരു 13 വയസ്സുകാരൻ ലോകത്തിലെ വമ്പൻ ബൗളർമാരുടെ പേടിസ്വപ്നമായി മാറിയത്? എങ്ങനെയാണ് ആ 175 റൺസിന്റെ വെടിക്കെട്ട് പിറന്നത്? തൃശൂർ പൂരത്തിന് പടക്കം പൊട്ടുന്നത് പോലെ ഓരോ പന്തിലും സിക്സറുകൾ പായുന്ന ആ കാഴ്ചകൾ കാണാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ വാ, നമുക്ക് വൈഭവിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതൊരു മാസ് സ്റ്റോറിയാണ് സുഹൃത്തുക്കളെ, അടിമുടി മാസ്. കേട്ടോ സുഹൃത്തുക്കളെ, ഇനി പറയാൻ പോകുന്നത് ഒരു 1.5 സംഗതിയാണ്. 2025 IPL ലോകം മൊത്തം ഉറ്റുനോക്കുന്ന ആ വലിയ വേദി. നമ്മുടെ വൈഭവ് പയ്യൻ ബാറ്റ് കയ്യിലെടുത്ത് ക്രീസിലേക്ക് നടന്നു വരുമ്പോൾ എതിരാളികളായ ആ വമ്പൻ ടീമിന് വലിയ പുച്ഛമായിരുന്നു. ഇതാര്, ഒരു 13-14 വയസ്സുള്ള ഒരു കൊച്ചു ചെറുക്കൻ എന്ന് ചോദിച്ച് അവന്മാര് കളിയാക്കി ചിരിച്ചു. പക്ഷെ അവർക്കറിയില്ലായിരുന്നു വരാൻ പോകുന്നത് സമസ്തിപൂരിലെ ആ വലിയ ചുണക്കുട്ടിയാണെന്ന്. കളി തുടങ്ങിയപ്പോഴുണ്ട് പുള്ളിക്കാരന്റെ ഓരോ ഷോട്ട് തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് പൊട്ടുന്ന പോലെയായിരുന്നു സംഗതി. ആദ്യത്തെ പന്ത് തന്നെ ബൗണ്ടറിക്ക് പുറത്ത്. ബൗളർ ഒന്ന് വിറച്ചു. രണ്ടാമത്തെ പന്ത് ഗാലറിയിലേക്ക്. അപ്പോഴേക്കും സ്റ്റേഡിയം മൊത്തം ഇളകി മറിഞ്ഞു. കമന്റേറ്റർമാരൊക്കെ എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കാൻ തുടങ്ങി. 10 ഓവർ കഴിഞ്ഞതിന് മുന്നേ വൈഭവ് 50 കടന്നു. അപ്പോഴും പുള്ളിക്കാരന്റെ പുറത്ത് ഒരു കുലുക്കവുമില്ല. ഒരു സാധാരണ അണ്ടമാലിക്കാരൻ പള്ളിപ്പെരുന്നാളിന് ടൗണിലൂടെ നടന്നു വരുന്ന ആ ഒരു ഗമയുണ്ടല്ലോ, അതേ സ്റ്റൈൽ അവൻ ക്രീസിൽ ഉറച്ചു നിന്നു. സ്പിന്നർമാരെ കൊണ്ടുവന്നപ്പോൾ അവന്മാരെ നിലം തൊടിക്കാതെ തൂക്കി എറിഞ്ഞു. ഫാസ്റ്റ് ബോളർമാർ വന്ന് പേടിപ്പിക്കാൻ നോക്കിയപ്പോൾ അവർക്കൊക്കെ നേരെ ബാറ്റ് വീശി ഇങ്ങോട്ട് പോരാ എന്ന മട്ടിലായിരുന്നു വൈഭവിന്റെ നിൽപ്പ്. ഈ നോക്കിക്കെ സ്കോർ 90-ൽ നിന്നു. എല്ലാവർക്കും നല്ല ടെൻഷൻ. പക്ഷെ നമ്മുടെ വൈഭവിനെ കണ്ടാൽ തോന്നും അവൻ വീട്ടുമുറ്റത്ത് റബ്ബർ പന്തുമായി കളിക്കുകയാണെന്ന്. 96 നിൽക്കുമ്പോൾ ഒരു ഫുൾ ടോസ് പന്ത് വന്നു. പുള്ളിക്കാരൻ അത് നേരെ ഗാലറി ലക്ഷ്യമാക്കി വീശി. പന്ത് ആകാശത്തുകൂടി പറഞ്ഞ് നേരെ സ്റ്റേഡിയത്തിന് പുറത്ത്. അതായിരുന്നു ആ നിമിഷം സുഹൃത്തുക്കളെ, ആ കന്നി IPL സെഞ്ചുറി. പയ്യൻ തന്റെ ഹെൽമെറ്റ് ഊരി ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ആ ബാറ്റ് ഒന്ന് വീശിയപ്പോൾ ഗാലറിയിൽ ഇരുന്നവർക്ക് പോലും രോമാഞ്ചം വന്നു. IPL ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി വീരൻ. അത് വെറും ഒരു സെഞ്ചുറി ആയിരുന്നില്ല, ലോകം മൊത്തം ഇന്ന് വൈഭവ് എന്ന പേര് വിളിച്ചു പറയാൻ കാരണമായ ആ വലിയ സംഗതിയായിരുന്നത്. വിമർശിച്ചവരുടെ വായടപ്പിച്ച, എതിരാളികളെ വിറപ്പിച്ച ആ ഒരു ഇന്നിങ്സ്, അത് ഇന്നും ക്രിക്കറ്റ് പ്രേമികളുടെ നെഞ്ചിൽ ഇടം പിടിച്ച ഇന്നിങ്സ് ആയിരുന്നു.
അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വൈഭവിന്റെ ആ വെടിക്കെട്ട് സംഗതി? സുഹൃത്തുക്കളെ, ഇനി പറയാൻ പോകുന്നത് ഒരു ഒന്നൊന്നര സംഗതിയാണ്. IPL ഒക്കെ ഒരു തുടക്കം മാത്രമായിരുന്നു. യഥാർത്ഥ വിസ്മയം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നീല ജേഴ്സി അണിഞ്ഞ് ഇന്ത്യയുടെ അണ്ടർ-19 ടീമിന് വേണ്ടി വൈഭവ് കളിക്കാൻ ഇറങ്ങിയപ്പോൾ ലോകം മൊത്തം അമ്പരന്ന് നോക്കി നിൽക്കുകയായിരുന്നു. ആദ്യത്തെ കളികളൊന്നും നോക്കിയേ, ലീഗ് സ്റ്റേജിൽ ഓരോ ടീമുകൾ വരുമ്പോഴും പഹയൻ അവന്മാരെ പഞ്ഞിക്കിട്ട ഒരു സ്റ്റൈലുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരെ ആണെങ്കിലും ശരി, ഓസ്ട്രേലിയയുടെ ചുണക്കുട്ടികൾക്കെതിരെ ആണെങ്കിലും ശരി, വൈഭവ് ബാറ്റ് വീശുമ്പോൾ പന്ത് നേരെ ചെന്ന് പതിക്കുന്നത് ഗാലറിയിലായിരുന്നു. ഓരോ കളി കഴിയുമ്പോഴും സ്കോർ ബോർഡിൽ പയ്യന്റെ പേര് ഏറ്റവും മുകളിൽ തന്നെ കാണും. സെമി ഫൈനൽ സൗത്ത് ആഫ്രിക്കയുടെ ആ വമ്പൻ ബോളർമാർ ഒന്ന് വിരട്ടാൻ നോക്കി. പക്ഷേ നമ്മുടെ വൈഭവ് തിരിച്ചു കൊടുത്തത് ഒരു ഒന്നൊന്നര മറുപടിയായിരുന്നു. അവിടെയും വിജയം വരിച്ച് നേരെ ഫൈനലിലേക്ക്. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും വലിയ സംഗതി. സുഹൃത്തുക്കളെ, അണ്ടർ-19 വേൾഡ് കപ്പ് ഫൈനല്. എതിരാളികൾ സാക്ഷാൽ ഇംഗ്ലണ്ട്. ഗ്രൗണ്ടിൽ ആകെ ഒരു യുദ്ധ പ്രതീതിയാണ്. ടോസ് കിട്ടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ തിരിച്ചടി കിട്ടി. പക്ഷേ അപ്പോഴാണ് നമ്മുടെ വൈഭവ് അവതരിക്കുന്നത്. ഇംഗ്ലീഷ് ബൗളർമാർക്ക് അന്ന് കിട്ടിയ തല്ല് ഇന്നും അവർക്ക് ഓർമ്മയുണ്ടാവും. പയ്യൻ ഓരോ ബോൾ നേരിടുമ്പോഴും നമ്മുടെ തൃശൂർ പൂരത്തിലെ കതിര പൊട്ടിക്കൊണ്ടുണ്ടാവുന്ന ഒരു ശബ്ദമില്ലേ, അതായിരുന്നു സ്റ്റേഡിയത്തിൽ മുഴങ്ങിയത്. ഓരോ ബൗണ്ടറിയും ഓരോ വെടിക്കെട്ടായിരുന്നു. സ്കോർ 50 കടന്നു, 100 കടന്നു, 109 കടന്നു. ഒടുവിൽ സ്കോർ ബോർഡിൽ ആ മാന്ത്രിക സംഖ്യ തെളിഞ്ഞു, 175 റൺസ്. എന്റെ സുഹൃത്തുക്കളെ, ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെ പോലുള്ള ടീമിനെതിരെ 175 റൺസ് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കാൻ പോലും പറ്റാത്ത സംഗതിയാണ്. പഹയൻ അന്ന് ഇംഗ്ലണ്ടിന്റെ ഓരോ ബൗളറെയും തിരഞ്ഞു പിടിച്ച് അടിക്കുകയായിരുന്നു. ഗ്രൗണ്ടിന്റെ എല്ലാ മൂലയിലേക്കും ആ പന്ത് തുളച്ചു കയറി. 175 റൺസ് എടുത്ത് വൈഭവ് പുറത്താകുമ്പോഴേക്കും ഇന്ത്യ വിജയം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആ പയ്യന്റെ ബാറ്റിംഗ് കണ്ടാൽ സാക്ഷാൽ ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു പോകും. അതൊരു വെറും ഇന്നിങ്സ് ആയിരുന്നില്ല, അതൊരു ചരിത്രമായിരുന്നു. ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിരീടം നേടിക്കൊടുത്ത ഇംഗ്ലണ്ടിനെ ഉറക്കം കെടുത്തിയ വൈഭവ് സൂര്യവംശിയുടെ ആ 175 റൺസ്, അത് ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും വലിയ മാസ് സംഗതിയാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് 1983 ഇന്ത്യ സിംബാബ്വെ കളിയില് ആദ്യത്തെ 5 വിക്കറ്റ് പോയി കപിൽ ദേവ് ഇറങ്ങിയതിനു ശേഷം കപിൽ ദേവ് അടിച്ച ആ 175 റൺസ് ആണ്. അതുപോലത്തെ ഒരു ഇന്നിങ്സ് ആയിരുന്നു വൈഭവ് സൂര്യവംശിയുടെ ഈ 175 റൺസ്. ഇനി പറയാൻ പോകുന്നത് ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഒന്നൊന്നര സംഗതിയാണ്. 2026 IPL സീസൺ. വൈഭവ് സൂര്യവംശി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ബൗളർമാരുടെ മുട്ട് വിറയ്ക്കുന്ന കാലം. ആദ്യം നമുക്ക് ആ ചെന്നൈക്കെതിരെ നടന്ന കളിയിലേക്ക് വരാം. ചെന്നൈയുടെ തട്ടകത്തിൽ ചെന്ന് അവന്മാരുടെ ആ മഞ്ഞക്കടലിനെ നിശബ്ദമാക്കിയ ഒരു പ്രകടനമായിരുന്നു അത്. ചെന്നൈയുടെ സ്പിൻ കളിയിൽ എല്ലാവരും വീഴുമെന്ന് കരുതിയപ്പോൾ നമ്മുടെ വൈഭവ് പയ്യൻ ബാറ്റ് വീശി കാണിച്ചു കൊടുത്തു. ഈ പിച്ചിലല്ല, ഇതിന്റെ അപ്പുറത്തെ പിച്ചിലായാലും ഞാൻ അടിക്കും എന്ന്. ഓരോ പന്തിലും അവൻ കണ്ടെത്തിയ ഗ്യാപ്പുകൾ കണ്ട് സാക്ഷാൽ ധോണി പോലും അമ്പരന്ന് പോയി കാണും. അതൊരു വല്ലാത്ത സംഗതിയായിരുന്നു സുഹൃത്തുക്കളെ. പക്ഷെ യഥാർത്ഥ ത്രില്ലർ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ലോക 1-ാം നമ്പർ ബൗളർ സാക്ഷാൽ ജസ്പ്രീത് ബുംറ പന്തെറിയാൻ വരുന്നു. ലോകത്തിലെ വമ്പൻ ബാറ്റ്സ്മാൻമാർ പോലും ബുംറയുടെ ആക്ഷൻ കണ്ട് പതറുന്ന സമയത്താണ് നമ്മുടെ വൈഭവ് ക്രീസിൽ നിൽക്കുന്നത്. ആദ്യത്തെ പന്ത് ബുംറയുടെ കയ്യിൽ നിന്ന് ആ തീപ്പൊരി പന്ത് പാഞ്ഞു വന്നു. സുഹൃത്തുക്കളെ, വൈഭവ് ഒന്ന് കുനിഞ്ഞ് ആ ബാറ്റ് ഒന്ന് ചുഴറ്റിയതേ ഉള്ളൂ. പന്ത് നേരെ ലോങ് ഓണിന് മുകളിലൂടെ ഗാലറിയുടെ 10ാം നിരയിൽ ചെന്ന് വീണു. ആദ്യ പന്തിൽ തന്നെ സിക്സർ. സ്റ്റേഡിയം മൊത്തം സ്തംഭിച്ചുപോയി. ബുംറ ഒന്ന് പുഞ്ചിരിച്ചെങ്കിലും പുള്ളിക്കാരൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടാവും. സംഗതി അവിടെ തീർന്നില്ല. അടുത്ത പന്ത് ഒരു യോർക്കർ എറിയാൻ നോക്കിയ ബുംറയ്ക്ക് പിഴച്ചു. പയ്യനത് മനോഹരമായി ഫ്ലിക്ക് ചെയ്ത് ബൗണ്ടറി കടത്തി. 4. ഗാലറിയിൽ ആവേശം അണപൊട്ടി. ആ ഓവറിലെ 5ാമത്തെ പന്തിൽ വീണ്ടും ഒരു ഷോർട്ട് ബോൾ എറിഞ്ഞ് ബുംറ തിരിച്ചടിക്കാൻ നോക്കി. പക്ഷേ വൈഭവ് വിട്ടുകൊടുത്തില്ല. പന്ത് പുള്ളിക്കാരന്റെ തലയ്ക്ക് മുകളിലൂടെ അപ്പർ കട്ട് ചെയ്ത് വീണ്ടും ഗാലറിയിലേക്ക്. 2ാമത്തെ സിക്സർ. ഒരു ഓവറിൽ ബുംറയെ പോലെ ഒരു ലെജൻഡിനെതിരെ 2 സിക്സറും ഒരു 4 അടിക്കുക എന്ന് പറഞ്ഞാൽ അത് പൂരത്തിന് ആന ഇടയുന്നതിലും വലിയ സംഗതിയാണ് സുഹൃത്തുക്കളെ. ആ 15 വയസ്സുകാരൻ പയ്യന്റെ ആത്മവിശ്വാസം കണ്ടോ? ബൗളർ ആരാണെന്നല്ല, പന്ത് എവിടെയാണെന്നാണ് അവൻ നോക്കിയത്. ആ ഒരു ഓവർ കഴിഞ്ഞപ്പോൾ വൈഭവ് സൂര്യവംശി എന്ന പേര്
ക്രിക്കറ്റ് ലോകത്തിന്റെ നെറുകയിൽ എഴുതി ചേർക്കപ്പെട്ടു. ഇതൊക്കെ വെറും സാമ്പിൾ മാത്രമാണ് സുഹൃത്തുക്കളെ. വൈഭവ് എന്ന പ്രതിഭാസത്തിന്റെ സംഗതികൾ ഇനിയും വരാനിരിക്കുന്നു. അങ്ങനെ 2026 IPL പൂരപ്പറമ്പ് പോലെ ആവേശത്തിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ യഥാർത്ഥ സംഗതി അതല്ല. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ ചർച്ചാ വിഷയം നമ്മുടെ വൈഭവ് പയ്യനെ കുറിച്ചാണ്. കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ആ നീല ജേഴ്സി അണിയാൻ വൈഭവ് തയ്യാറെടുത്തു കഴിഞ്ഞു. ഇന്ത്യയുടെ സീനിയർ ടീം സെലക്ടർമാർ ഇപ്പോൾ വൈഭവിന്റെ വീടിന് മുന്നിൽ ക്യൂ നിൽക്കുകയാണെന്നാണ് സംസാരം. വരാനിരിക്കുന്ന അയർലൻഡ് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിൽ വൈഭവ് സൂര്യവംശി എന്ന പേര് ഉറപ്പായും ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ കാട്ടുതീ പോലെ പടരുകയാണ്. 13ാം വയസ്സിൽ തുടങ്ങിയ ആ പോരാട്ടം ഇന്ന് ഇന്ത്യൻ ടീമിന്റെ വാതിലിൽ വന്നു നിൽക്കുമ്പോൾ അത് വെറും ഒരു നേട്ടമല്ല സുഹൃത്തുക്കളെ, അത് ഈ പയ്യന്റെ അസാമാന്യമായ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. നമ്മുടെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, വരാനിരിക്കുന്ന അയർലൻഡ് പര്യടനത്തിലൂടെ ഇന്ത്യയുടെ സീനിയർ ടീമിൽ വൈഭവ് ഒരു തകർപ്പൻ എൻട്രി നടത്തണം. അവിടെ തുടങ്ങണം അവന്റെ ആ തേരോട്ടം. T20 ആ വെടിക്കെട്ടും ഏകദിനത്തിലെ പക്വതയാർന്ന ഇന്നിംഗ്സുകളും കണ്ട് ലോകം മൊത്തം അമ്പരക്കണം. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് മറ്റൊരു സംഗതിക്കാണ്. ആ വെളുത്ത ജേഴ്സി അണിഞ്ഞ് കയ്യിൽ ചുവന്ന പന്തുമായി നിൽക്കുന്ന ബൗളർമാരെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ആ മനോഹാരിതയിൽ വൈഭവ് നേരിടുന്നത് കാണാൻ. ടെസ്റ്റ് ടീമിലെ ഒരു സ്ഥിരം സാന്നിധ്യമായി അവൻ മാറണം. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിലെ ആ വിശ്വസ്തനായ പോരാളിയായി വൈഭവ് സൂര്യവംശി ചരിത്രം കുറിക്കണം. ബീഹാറിലെ ആ ചെറിയ ഗ്രാമത്തിൽ നിന്നും ലോക ക്രിക്കറ്റിന്റെ ചർച്ചാ വിഷയമരയായി മാറിയ ഈ പ്രതിഭയ്ക്ക് മുന്നിൽ ഇനിയുള്ളത് വലിയൊരു ആകാശമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വൈഭവിന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഓരോ പന്തിലും സിക്സറുകൾ പറത്തിയും ഓരോ മത്സരത്തിലും ഇന്ത്യയുടെ വിജയക്കൊടി പാറിച്ചും വൈഭവിന്റെ ക്രിക്കറ്റ് കരിയർ സൂര്യനെ പോലെ ശോഭിക്കട്ടെ. അപ്പോ സുഹൃത്തുക്കളെ, വൈഭവ് സൂര്യവംശിയുടെ ഈ മാസ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു വലിയ ചരിത്രത്തിന്റെ തുടക്കം മാത്രമാണ്. ഇന്ത്യൻ ടീമിൽ അവൻ ആറാടുന്നത് കാണാൻ നമുക്ക് കാത്തിരിക്കാം. അപ്പോ വൈഭവ് സൂര്യവംശിയെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോ ശരി എന്നാ.